നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ്, തഹാറത്താണ്, വുളു ആണ്, അല്ലെങ്കിൽ കുളിയാണ്. മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ അത് ശുദ്ധിയാണ്. വതഹ്രീമുഹാ അത്തക്ബീർ, നിസ്കാരത്തിലൂടെ നിനക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിഷിദ്ധമാകുന്നത് എപ്പോഴാണ്? നീ തക്ബീർ പറയുന്നതോടുകൂടിയാണ്. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തു പോകുന്നവരോട്, തിരികെ പോകുന്നവരോട് പറയപ്പെടും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ട രൂപത്തിൽ നിങ്ങൾ എഴുന്നേറ്റുകൊള്ളുക എന്ന് പറയപ്പെടും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിനെ കുറിച്ചാണ്, നിസ്കാരത്തിന്റെ പ്രാരംഭമുള്ള ചില വിഷയങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം നിസ്കാരം എപ്പോഴാണ് വാജിബായത് എന്നുള്ളതാണ്. നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടത്? എപ്പോഴാണ്? ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്. എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സ് കഴിഞ്ഞ ശേഷം, 51 52 എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഏത് ദിവസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്? തിങ്കളാഴ്ച ദിവസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതിൽ അത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ആദ്യം നിസ്കാരമായ രൂപം എങ്ങനെയാണ്? നിസ്കാരം നിർബന്ധമായ രൂപം ഈ 2 റക്അത്തായിട്ടാണ്. ഹിജ്റയ്ക്ക് ശേഷം ആദ്യത്തെ വർഷത്തിലാണ് നിസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 റക്അത്തായി നിർബന്ധമാക്കുന്നത്. ഇവിടെ ചില ഉലമാക്കൾ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി പോലുള്ളവർ പറയുന്നു, ഫജ്ർ നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചിട്ടില്ല. ഫജ്ർ നിസ്കാരം ആദ്യം അവതരിപ്പിച്ചത് 2 റക്അത്താണ്, അതിനുശേഷം അത് അധികരിപ്പിച്ചിട്ടില്ല. എന്താണ് കാരണം? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അതിന് കാരണം ഫജ്ർ നിസ്കാരത്തിൽ കൂടുതൽ ഓതാൻ നമ്മോട് പഠിപ്പിക്കപ്പെട്ടു. ഫജ്ർ നിസ്കാരത്തിൽ കൂടുതൽ ഓതാൻ നമ്മോട് പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് 1ാമത്തെ വർഷത്തിലാണ് നിസ്കാരം 4 റക്അത്തായി വാജിബാകുന്നത്. അതും കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാഹ് നാം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ബറകല്ലാഹു ഫീക്കും, ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്? ഇഖാമത്തിന്റെ സമയത്ത് ഏത് വാക്ക് പറയുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്? ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അതൊന്നും വ്യക്തമായി വന്നിട്ടില്ല. ഏത് സമയത്താണെങ്കിലും എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, അടുത്തൊരു മസ്അല തഹിയ്യത്തുൽ മസ്ജിദിനെ കുറിച്ചാണ്. തഹിയ്യത്തുൽ മസ്ജിദിന്റെ വിധി നമ്മൾ പറഞ്ഞു. തഹിയ്യത്തുൽ മസ്ജിദിന്റെ വിധി നമ്മൾ പറഞ്ഞു. അത് വാജിബാണെന്ന് പറയാനുള്ള ഒരു തെളിവ് എന്താ? അഹ്സൻ, സുലൈഖ് റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കാതെ ഇരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഖും ഫസല്ലി റക്അതൈൻ, എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അതാണ് വാജിബാണെന്ന് പറയുന്നവരുടെ ഒരു തെളിവ്. സുന്നത്താണെന്ന് പറയുന്നവരുടെ തെളിവ് എന്താ? അഹ്സൻ, ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫർളായ നിസ്കാരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ തഹിയ്യത്തിനെ പരാമർശിച്ചില്ല. ആ 2 തെളിവുകളും കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ഒരു മസ്അലയാണ്,
ഒരു വ്യക്തി മസ്ജിദിലേക്ക് കയറി വന്നു, അങ്ങനെ ആ വ്യക്തി അവിടെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എഴുന്നേറ്റ് തഹിയ്യത്ത് നിസ്കരിക്കാമോ? നിസ്കരിക്കാം. എന്താണ് തെളിവ്? ഏത് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ സഹാബി കയറി വന്നു ഇരുന്നു, അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിനെ ഉദ്ധരിക്കുമ്പോൾ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, തഹിയ്യത്തുൽ മസ്ജിദ് ലാ തഫൂതു ബിൽ ജുലൂസ്. തഹിയ്യത്തുൽ മസ്ജിദ് ലാ തഫൂതു ബിൽ ജുലൂസ്. അവസാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അസ്ല്? തവാഫാണ്. തഹിയ്യത്തുൽ മസ്ജിദ് അല്ല, തവാഫാണ്. ഇനി ഒരു വ്യക്തി അവിടെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിശ്രമിക്കാനോ ഒക്കെ കയറിയതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം അദ്ദേഹത്തിന് അവിടെ ഇരിക്കാം. അതല്ല എങ്കിൽ മസ്ജിദുൽ ഹറാമിലുള്ള അടിസ്ഥാനം തവാഫാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ ഉദ്ധരിക്കുന്നത് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവസാനമായി നാം നിർത്തിയ വിഷയം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിഫത്തുസ് സ്വലാത്തിൽ ഖിബ്ലക്ക് മുന്നിടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഖിബ്ലക്ക് മുന്നിടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരത്തിൽ 2 ഖിബ്ലയാണ്. ഒന്നാമത്തേത് ശരീരത്തിന്റെ ഖിബ്ല, അതിൽ എല്ലാവരും സമന്മാരാണ്. നമ്മൾ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഒരേ ദിശയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. രണ്ടാമത്തേത് ഹൃദയത്തിന്റെ ഖിബ്ല, അതാണ് അല്ലാഹുവിലേക്ക്. അതിലാണ് ഓരോരുത്തരും വ്യത്യാസമുണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകൾ നിസ്കരിക്കും, 10-1 പ്രതിഫലം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അത് അവരുടെ മനസ്സിന്റെ ഖിബ്ലയാണ്, അവരുടെ ഹൃദയത്തിന്റെ ഖിബ്ലയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നാം തയ്യാറാകേണ്ടതാണ്. ഇതുവരെയാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിടുന്നതിന്റെ ഹുക്മുകൾ നമ്മൾ പറഞ്ഞു. ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത് ഫർദ് നിസ്കാരത്തിൽ എപ്പോഴും നിർബന്ധമാണ്. ഖിബ്ലക്ക് മുന്നിടാതെ നിസ്കരിച്ചാലോ നിസ്കാരം ബാത്തിലാണ്. 2 സാഹചര്യങ്ങളിൽ ഒഴികെ. ഏതൊക്കെയാണ്? ഒന്ന്, ശക്തമായ പേടിയുള്ള സാഹചര്യം, യുദ്ധവേള പോലെ. ഉദാഹരണത്തിന് ഖിബ്ല വലത്തെ ഭാഗത്താണ്, ശത്രു നിൽക്കുന്നത് ഇടത്തെ ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലത്തെ ഭാഗത്തേക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ശത്രു ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖിബ്ല ഒഴിവാക്കിക്കൊണ്ട് ശത്രുവിന്റെ നേരെ നിസ്കരിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് പോലെ. അത് നമ്മളന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തേത് യാത്രയിൽ ഖിബ്ലയുടെ ദിശ നമുക്ക് മനസ്സിലാകുന്നില്ല, അടുത്ത് മസ്ജിദില്ല, ചോദിക്കാൻ നമുക്ക് ആളുകളില്ല, ഖിബ്ല ഫൈൻഡർ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലില്ല, എങ്ങനെയും അറിയാനൊരു മാർഗമില്ല എങ്കിൽ ഏകദേശം മനസ്സിലാക്കാൻ പരിശ്രമിച്ച ഒരു ധാരണയിൽ നിസ്കരിക്കുക. പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടത് തെറ്റാണ് എന്ന് മാറ്റി നിസ്കരിക്കണോ? എന്താ തെളിവ്? അഹ്സൻ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അവർ ഒരു യാത്രയിൽ പോയപ്പോൾ ഒരു കാർമേഘം മൂടി. അവർ ഓരോരുത്തരും ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. അവസാനം അവരുടെ ഒരു തോന്നൽ അനുസരിച്ച് അവർ നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ അവർക്ക് മനസ്സിലായി ഖിബ്ലയുടെ ഭാഗത്തേക്കല്ല അവർ നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മാറ്റി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അവരോട് മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞില്ല. ഇതുവരെയാണ് അൽഹംദുലില്ലാഹ് അവസാനമായി നാം പറഞ്ഞു നിർത്തിയത്. ഈ സംഭവം ആരുദ്ധരിച്ചതാണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാഹ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, وإذا وقفت في الصلاة فاعتقد أن الله عز وجل قبل وجهك ليس في الأرض التي أنت فيها ولكنه قبل وجهك وهو على عرشه عز وجل وما ذلك على الله بعسير فإن الله ليس كمثله شيء في جميع صفاته فهو فوق عرشه وهو قبل وجه المصلي إذا صلى وحينئذ تدخل وقلبك مملوء بتعظيم الله عز وجل ومحبته والتقرب إليه. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖിബ്ലക്ക് മുന്നിട്ടതിന് ശേഷം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല രൂപത്തിൽ അവിടെ നിൽക്കുക, സ്വഫിൽ നല്ല രൂപത്തിൽ നിൽക്കുക. അതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇതിനാണ് ഉലമാക്കൾ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ നിൽക്കുന്ന കാര്യം, നിസ്കാരത്തിലുള്ള ഖിയാം. ഖിയാമ് എന്നുള്ളത് അഥവാ നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ഫർള് നിസ്കാരത്തിൽ നിർബന്ധമാണ്, ഫർള് നിസ്കാരത്തിന്റെ റുക്നാണ്. ഒരു വ്യക്തിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും ആ വ്യക്തി ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ നിസ്കാരം ബാത്തിലാണ്. ഇനി ഒരു വ്യക്തിക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല,
എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, താങ്കൾ നിന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി', അഥവാ താങ്കൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരത്തിൽ അടിസ്ഥാനം നിന്ന് നിസ്കരിക്കലാണ്. അഥവാ നമുക്ക് പ്രയാസമാണ്, നിൽക്കാൻ വേണ്ടി പ്രയാസമാണ് എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനും ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ഫർള് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കണം അല്ലേ? സുന്നത്ത് നിസ്കാരത്തിലോ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. നമുക്ക് നിൽക്കാൻ കഴിവുണ്ട് എങ്കിലും ഒരു വ്യക്തിക്ക് ഇരുന്ന് നിസ്കരിക്കാനാണ് താല്പര്യമെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഖാഇദൻ നിസ്ഫുസ് സ്വലാ, ഒരു വ്യക്തി ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഒരു വ്യക്തി ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് നിസ്കരിച്ചു, മഗ്രിബിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്നുകിൽ നിന്ന് നിസ്കരിക്കാം, അതാണ് ഏറ്റവും പൂർണ്ണത, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഇനി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മടി കാരണത്താലൊക്കെ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു, നിസ്കാരം സഹീഹാണ്, അതിന്റെ പകുതി പ്രതിഫലമേ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ഇനി ഒരു വ്യക്തി ഇരുന്ന് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് രോഗമുള്ളത് കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ പ്രതിഫലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പൂർണ്ണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹാ. ഒരു വ്യക്തി യാത്ര കാരണത്താലോ രോഗം കാരണത്താലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അദ്ദേഹം ആരോഗ്യവാനായിരിക്കെ യാത്രയല്ലാത്ത സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. ഒരു വ്യക്തി സ്ഥിരമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, യാത്രയിൽ അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കുന്നില്ല, അത് കാരണത്താൽ അദ്ദേഹത്തിന് ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ചില ആളുകളൊക്കെ ഈ വിഷയത്തിൽ അലസത കാണിക്കുന്നതായി കാണാം. നല്ല സ്പീഡിൽ നടന്നു വരും, ഒരു പ്രയാസം ഉണ്ടാവില്ല, പിന്നെ അവിടെ വന്ന് ചെയറിട്ടിരിക്കും, എന്നിട്ട് നിസ്കരിക്കും. അത് ശരിയല്ല. നിൽക്കാൻ കഴിവുണ്ട് എങ്കിൽ നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ കഴിവുണ്ടായിട്ടും ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സഹീഹല്ല, അതുപോലെ തന്നെ അവന്റെ നിസ്കാരം സ്വീകാര്യവുമല്ല. ശർഈയായിട്ട് അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇവിടെ ശൈഖ് പറയുന്നു, അങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ നിന്നാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? അന്നല്ലാഹ അസ്സ വജല്ല ഖിബല വജ്ഹിക്, നിന്റെ മുമ്പിൽ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതല്ലാതെ അതിന്റെ അർത്ഥം അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? 7 ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ മുകളിലാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവിടെയാണ് അല്ലാഹു ഉള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്, അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ഒന്നും മറയുന്നില്ല. അപ്പോൾ അവിടെ ഒരു വ്യക്തി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ട ബോധം എന്താ? ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും സാധാരണ ഒരു വ്യക്തിയുടെ മുമ്പിലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള ഉദാഹരണത്തിന് ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. സൗദി രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എങ്ങനെ പോവുക? നല്ല ബഹുമാനത്തിൽ പോകും, നല്ല വസ്ത്രം ധരിച്ച്, നല്ല രൂപത്തിൽ, നല്ല കോലത്തിൽ പോകും. ആരാണെങ്കിലും അങ്ങനെ പോവുക. ഇനി നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, രാജാക്കന്മാരുടെ രാജാവായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ബഹുമാനം നമ്മൾ കാണിക്കണം, എത്രത്തോളം താല്പര്യത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കണം. നാം അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നിർബന്ധമായും പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇന്ന് ചില സഹോദരങ്ങളൊക്കെ, ഞാൻ പലപ്പോഴും ദർസുകളിൽ പറഞ്ഞതാണ്, നിസ്കരിക്കാൻ കൈകെട്ടിയാലാണ് പല കാര്യങ്ങളും ഓർമ്മ വരിക. അവന്റെ വീടിലെ കണക്ക്, വീട്ടിലെ കാര്യങ്ങൾ, ഭക്ഷണം, ഇതൊക്കെ ഓർമ്മ വരിക നിസ്കരിക്കാൻ കൈകെട്ടിയാലാണ്. നേരെ മറിച്ച് മുൻഗാമികൾ അവർ നിസ്കരിക്കാൻ കൈകെട്ടിയാൽ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അവനോടാണ് മുനാജാത്ത് ചെയ്യുന്നത് എന്ന ബോധത്താൽ അവരുടെ മനസ്സിൽ നല്ല രൂപത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഹദീസൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആശയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
അതിലുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിലുള്ള നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കുക. നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ, അള്ളാഹുവുമായിട്ട് അടുപ്പിക്കാൻ അതിന് നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് ഇശ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ മനസ്സിൽ വെക്കുക, ഞാൻ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കും, റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കും. ഫാത്തിഹ ഓതുമ്പോൾ ഞാൻ എന്താണ് ഓതുന്നത്? അള്ളാഹുവിന്റെ സംസാരമാണ്. ഞാൻ ഫാത്തിഹ ഓതുമ്പോൾ എന്നെക്കുറിച്ച് എന്റെ റബ്ബ് പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ബോധത്തിൽ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ നിസ്കരിക്കും, അവർക്ക് പോലും അറിയില്ല എന്താ ഓതുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് നല്ല ബോധത്തോടുകൂടി നാം നിസ്കരിക്കുക. ഇതാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, ഫതുകബ്ബിർ, നിസ്കരിക്കാൻ വേണ്ടി നീ സഫിൽ നിന്നു, അതിനുശേഷം എന്ത് ചെയ്യുക? ഫതുകബ്ബിർ, നീ തക്ബീർ പറയുക. വതഖൂലു അല്ലാഹു അക്ബർ, നീ എന്ത് പറയുക? അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആരംഭിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ്, തഹാറത്താണ്, വുളു ആണ്, അല്ലെങ്കിൽ കുളിയാണ്. മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ അത് ശുദ്ധിയാണ്. വതഹ്രീമുഹാ അത്തക്ബീർ, നിസ്കാരത്തിലൂടെ നിനക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിഷിദ്ധമാകുന്നത് എപ്പോഴാണ്? നീ തക്ബീർ പറയുന്നതോടുകൂടിയാണ്. ഒരു വ്യക്തി നിസ്കരിക്കാൻ വേണ്ടി നിന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി ആ വ്യക്തിക്ക് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഹറാമായി. അതിനുശേഷം സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, അനാവശ്യമായ ചിന്തകൾ ചിന്തിക്കാൻ പാടില്ല, ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെ നിസ്കാരത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. വതഹ്രീമുഹാ അത്തക്ബീർ, തക്ബീർ പറയുന്നതോടുകൂടി നമുക്ക് അതിനു മുമ്പ് ഹലാലായ കാര്യങ്ങളൊക്കെ ഹറാമായി. നിസ്കാരത്തിൽ സംസാരം ഹറാമാണ്. അതിനു മുമ്പ് എന്തൊക്കെ നമുക്ക് അനുവദനീയമായിരുന്നു അതൊക്കെ ഹറാമായി. വതഹ്ലീലുഹാ അത്തസ്ലീം, ഈ ഹറാമായ കാര്യങ്ങൾ പിന്നെ നിനക്ക് എപ്പോഴാണ് ഹലാലാവുക? സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുമ്പോഴാണ്, നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൽ നമ്മൾ നിന്നാൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക. ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക. അതിന്റെ വിധി എന്താണ്? നിസ്കാരത്തിന്റെ റുക്നാണ്. ഒരു വ്യക്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അതിനു പകരം ഒരാൾ പറയാണ് അല്ലാഹു അഅ്ളം, അല്ലാഹു മഹത്വമുള്ളവനാണ്, ഏറ്റവും വലിയവനാണ്. മതിയാവില്ല. ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച്, ഹനഫി മദ്ഹബിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു അക്ബർ എന്നല്ലാതെ മറ്റൊരു പദം അതിന് പകരമായി പറഞ്ഞാൽ മതിയാവുകയില്ല. നിർബന്ധമായും അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയേണ്ടതാണ്. ഇതാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ നിന്നു ആദ്യം ചെയ്യേണ്ട കാര്യം, അല്ലാഹു അക്ബർ എന്ന് പറയും. അത് നമ്മൾ പറയുമ്പോഴും ശ്രദ്ധിക്കണം, അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയുക, അക്ബാർ എന്നാവരുത്. ചില ആളുകളൊക്കെ ഇമാമ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി മാറി വരുമ്പോൾ അല്ലാഹു അക്ബാർ എന്ന് പറയും. അക്ബാർ എന്ന് പറഞ്ഞാൽ തബല എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക. അങ്ങനെ നല്ല ബോധത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇത് പറയുന്നതിന്റെ കൂടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? തർഫഉ യദൈക ഇലാ ഹദ്വി മൻകിബൈക ഔ ഇലാ ഫുറൂഇ ഉദ്നൈക, നിന്റെ കൈ ഉയർത്തണം. ഇവിടെ സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ, അത് റുക്നാണ്. അത് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. രണ്ടാമത്തേത് കൈ ഉയർത്തുക എന്നുള്ളത്, അതിന്റെ വിധി എന്താ? അത് സുന്നത്താണ്. കൈ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ഈ രണ്ട് കാര്യം വേർതിരിവോടുകൂടി മനസ്സിലാക്കുക. തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാണ്, കൈ ഉയർത്തുക എന്ന് പറയുന്നത് മറ്റൊരു പ്രവർത്തനമാണ്. രണ്ടും രണ്ട് പ്രവർത്തനമാണ്. രണ്ടും ഒന്നായി നമ്മൾ മനസ്സിലാക്കരുത്. രണ്ടും രണ്ട് പ്രവർത്തനങ്ങളാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുക, ഏതുവരെയാണ് കൈ ഉയർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. നിസ്കാരത്തിൽ കൈ ഉയർത്താൻ പ്രവാചകനിൽ നിന്ന് രണ്ട് രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് ഷോൾഡറിന് നേരെ കൈ ഉയർത്താറുണ്ടായിരുന്നു.
അവിടുത്തെ രണ്ട് ഷോൾഡറിന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താറുണ്ടായിരുന്നു. ഇതാണ് ഒന്നാമത്തെ രൂപം. ഷോൾഡറിന് നേരെ കൈ ഉയർത്തുക, നമ്മുടെ രണ്ട് ഷോൾഡറിന് നേരെ കൈ ഉയർത്തുക. ഇതാണ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കബ്ബറ, തക്ബീർ ചൊല്ലിയാൽ, റഫഅ യദൈഹി ഹത്താ യുഹാദിയ ബിഹിമാ ഉദുനൈഹി, അവിടുത്തെ ചെവി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താറുണ്ട്. അവിടുത്തെ ചെവി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താറുണ്ട്. മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, ഇലാ ഫുറൂഇ ഉദുനൈഹി, ചെവിയുടെ മുകൾ ഭാഗം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താറുണ്ട്. ചെവിയുടെ മുകൾ ഭാഗം. അപ്പോൾ രണ്ട് രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. സഹാബത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവരിൽ നിന്ന് പല രൂപങ്ങളും വന്നിട്ടുണ്ട്. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് രണ്ട് രൂപങ്ങളാണ് ബുഖാരിയിലും മുസ്ലിമിലും. ഒന്നാമത്തേത് ഷോൾഡറിന് നേരെ, രണ്ടാമത്തേത് ചെവിക്ക് നേരെ. ഈ രണ്ട് രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ കൈകെട്ടുമ്പോൾ ഈ രണ്ട് തള്ളവിരൽ കൊണ്ട് ചെവിയുടെ ഈ താഴ്ഭാഗം തൊടും. അത് സുന്നത്തല്ല. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതില്ല. മറിച്ച് ഒന്നുകിൽ ചെവിക്ക് നേരെ കൈ ഉയർത്തുക, അല്ലെങ്കിൽ ഷോൾഡറിന് നേരെ കൈ ഉയർത്തുക. ഈ രണ്ട് കാര്യങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ രണ്ട് രൂപങ്ങൾ, ഒന്നുകിൽ ഷോൾഡർ അല്ലെങ്കിൽ ചെവി. ഇന്നലെ തലശ്ശേരി മസ്ജിദിൽ നിസ്കരിച്ചപ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ കൈവന്ദിക്കുന്നതുകൊണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ സഹോദരൻ അത് ദീനാണെന്ന് കരുതി ചെയ്യുന്നതാണ്. നല്ല കാണാൻ ഇസ്സത്തുള്ള ജുബ്ബയൊക്കെ ധരിച്ചൊരു സഹോദരനാണ് കൈ ഇങ്ങനെ പൊന്തിക്കുന്നത്. ഇങ്ങനെ പൊന്തിക്കാൻ പാടില്ല. കൈ പൊന്തിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. അതല്ല എങ്കിൽ ചില സഹാബികളിൽ നിന്ന് വേറെ രൂപങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പൊന്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ രണ്ട് മാർഗങ്ങൾ പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ രണ്ട് മാർഗങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ഞാൻ പറഞ്ഞതുപോലെ ഈ കൈ ഉയർത്തുക എന്നുള്ളതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. 4 മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. 4 മദ്ഹബിലും കൈ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ഇമാം നവവി, ഇബ്നുൽ മുൻദിർ തുടങ്ങിയ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സുന്നത്താണെന്ന വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഔസാഇയെയും ഹുമൈദിയെയും പോലെയുള്ള ചില ആളുകൾ അത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഈ രണ്ട് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത്. അതിന്റെ വിധി എന്താ? സുന്നത്താണ്. ഒരു വ്യക്തി കൈ ഉയർത്താതെ അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാണ്. പക്ഷേ പ്രവാചകന്റെ സുന്നത്തിന് എതിരാണ്. നിസ്കാരം സഹീഹാകും. ഇനി ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്? എപ്പോഴാണ് നാം കൈ ഉയർത്തേണ്ടത്? 3 രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. 3 രൂപത്തിലും. ഒന്നുകിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കൈ ഉയർത്തുക, അല്ലാഹു അക്ബർ എന്ന് പറയുക, അതിന്റെ കൂടെ കൈ ഉയർത്തുക. അല്ലെങ്കിൽ ആദ്യം കൈ ഉയർത്തുക, പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുക. ആദ്യം കൈ ഉയർത്തുക, പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലെങ്കിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക, നിന്നതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുക, അതിനുശേഷം കൈ ഉയർത്തുക. ഈ 3 രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ 3 രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഒന്നുകിൽ തക്ബീറത്തുൽ ഇഹ്റാമും കൈ ഉയർത്തലും ഒന്നിച്ച് ചെയ്യാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്താം. അല്ലെങ്കിൽ ആദ്യം കൈ ഉയർത്തിയ ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയാം, അല്ലെങ്കിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈ ഉയർത്താം. ഈ രൂപങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അല, നമ്മൾ നിസ്കാരത്തിലേക്ക് കയറി വരുമ്പോൾ, ഉദാഹരണത്തിന് ഇമാം റുകൂഇലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വരും, അവിടെ നിന്നതിന് ശേഷം റുകൂഇലേക്ക് പോകും. നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ധൃതിയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് റുകൂഇലേക്ക് പോകും. ഈ അല്ലാഹു അക്ബർ എന്നുള്ള പദം പൂർണ്ണമായി നിന്നുകൊണ്ടല്ല പറയുന്നതെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. നമ്മൾ ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന റുക്ൻ പൂർണ്ണമായും എവിടെ പറയണം? നിന്നുകൊണ്ട് പറയണം. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറഞ്ഞു, ഇദാ അദ്റകൽ ഇമാമ റാകിഅൻ, ഇമാമിനെ റുകൂഇലാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ, കബ്ബറ ലിൽ ഇഹ്റാമി ഖായിമൻ, നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. സുമ്മ യുകബ്ബിറു ലിർറുകൂഅ്, അതിനുശേഷം റുകൂഇലേക്ക് പോവുക.
എന്നിട്ട് അദ്ദേഹം പറയുന്നു فإن وقع بعض تكبيرة الإحرام في غير القيام പെട്ടെന്ന് റുക്കൂഇലേക്ക് പോയ കാരണത്താൽ അല്ലാഹ് എന്ന് നിൽക്കുമ്പോൾ പറഞ്ഞു, പെട്ടെന്ന് റുക്കൂഇലേക്ക് പോയി അവിടെ അക്ബർ എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും അദ്ദേഹത്തിന്റെ ശർഹുൽ മുംതിഇൽ ഈ ഒരു ആശയം സ്ഥാപിക്കുന്നതായി കാണാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, ഇമാം റുക്കൂഇലാണ് എങ്കിൽ ആദ്യം അവിടെ നിൽക്കുക, അതിനുശേഷം അല്ലാഹു അക്ബർ പറയുക, എന്നിട്ട് റുക്കൂഇലേക്ക് പോവുക. അല്ലാഹു അക്ബർ പറഞ്ഞ ശേഷം റുക്കൂഇലേക്ക് പോവുക. അതല്ലാതെ അല്ലാഹു അക്ബർ എന്ന പദം റുക്കൂഇലാണ് അതിന്റെ പകുതി സംഭവിച്ചത് എങ്കിൽ നിസ്കാരം ബാത്തിലാണ്. മനസ്സിലായോ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ നിസ്കാരത്തിലേക്ക് കയറി വരുമ്പോൾ ഇമാം റുക്കൂഇലാണ്. എങ്ങനെയാണ് ഇമാമിനെ പിന്തുടരേണ്ടത്? നിന്നതിന് ശേഷം ഏറ്റവും പൂർണ്ണമായ രൂപം, നിന്നതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുക, അതിനുശേഷം ഒന്നുകൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂഇലേക്ക് പോവുക. അതാണ് പൂർണ്ണത, അതാണ് ഏറ്റവും പൂർണ്ണത. നമ്മൾ നിൽക്കുക, അല്ലാഹു അക്ബർ പറഞ്ഞു, വീണ്ടും അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം റുക്കൂഇലേക്ക് പോവുക, അതാണ് അതിന്റെ പൂർണ്ണത. ഇനി ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ടെന്ന് വന്നതാണ്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം, റുക്നായ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞതിന് ശേഷം റുക്കൂഇന്റെ അല്ലാഹു അക്ബർ പറയാതെ നേരെ റുക്കൂഇലേക്ക് പോയാലും മതിയാകുന്നതാണ്. മനസ്സിലായോ? നമ്മൾ നിന്നു, ഇമാം റുക്കൂഇലാണ്, നമ്മൾ നിന്നു, അല്ലാഹു അക്ബർ പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാമാണ്, റുക്നായ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ പറഞ്ഞു, നേരെ റുക്കൂഇലേക്ക് പോയി, അതും മതിയാകുന്നതാണ്, അതും മതിയാകുന്നതാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അഹ്മദ് ബിൻ ഹംബലിനോട് ആ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ഫത്വ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻഗാമികളിൽ നിന്ന് ചില ആളുകളിൽ നിന്നും ആ ഫത്വ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ രണ്ട് രൂപവും നമുക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ നിസ്കാരത്തിലേക്ക് വന്നു, ഇമാം റുക്കൂഇലാണ്. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് കൈ കെട്ടിയതിന് ശേഷം റുക്കൂഇലേക്ക് പോകും. നമ്മളിവിടെ പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാണ്, കൈ ഉയർത്തുക എന്നുള്ളത് മറ്റൊന്നാണ്, അതിനുശേഷം കൈ വെക്കുക എന്നുള്ളത് മറ്റൊന്നാണ്. ഈ കൈ വെക്കൽ എപ്പോഴാണ് വെക്കേണ്ടത്? നമ്മൾ ഖിയാമിൽ നിൽക്കുന്നുണ്ട് എങ്കിലാണ്, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലാണ് കൈ വെക്കേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ അല്ലാഹു അക്ബർ പറയുക, കൈ ഉയർത്തി നേരെ റുക്കൂഇലേക്ക് പോവുക, നെഞ്ചത്ത് വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മേത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അത് ഈ ഒരു വേർതിരിവ് മനസ്സിലാക്കിയാൽ മതി. അത് മൂന്ന് കാര്യമാണ്. അല്ലാഹു അക്ബർ ഒന്നാണ്, കൈ ഉയർത്തൽ മറ്റൊന്നാണ്, അതിനുശേഷം കൈ വെക്കുക എന്നുള്ളത് ഖിയാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഖിയാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഖിയാമു വരുന്നില്ല, അത് കാരണത്താൽ തന്നെ അവിടെ കൈ വെക്കേണ്ടതില്ല. മനസ്സിലായോ? ആ വിഷയവും ഇതിന്റെ കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നിന്നു, മസ്അല മനസ്സിൽ വരിക, നമ്മൾ നിന്നു, അതിനുശേഷം കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അതിന്റെ മൂന്നാലൊരു രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, ثم تضع يدك اليمنى على يدك اليسرى على الذراع كما صح ذلك في البخاري من حديث سهل بن سعد رضي الله عنه قال كان الناس يؤمرون أن يضع الرجل يده اليمنى على ذراعه اليسرى في الصلاة رواه البخاري. നമ്മൾ അങ്ങനെ നിന്നതിന് ശേഷം ചെയ്യേണ്ടത് എന്താ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, നിന്റെ വലത്തെ കൈ ഇടത്തെ കൈയിലായിട്ട് വെക്കുക, നിന്റെ വലത്തെ കൈ ഇടത്തെ കൈയിൽ വെക്കുക. അതിന് തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിൽ ജനങ്ങൾ വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. ശരിക്കും മനസ്സിലാക്കുക, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നിസ്കാരത്തിൽ ജനങ്ങൾ അവരുടെ വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു. ഇതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, നമുക്ക് നിസ്കാരത്തിൽ കൈവയ്ക്കുന്നതിന് രണ്ട് രൂപങ്ങൾ പ്രധാനമായുമുണ്ട്. രണ്ട് രൂപങ്ങൾ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രണ്ട് രൂപങ്ങൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, നമ്മുടെ വലത്തെ കൈ ഇടത്തെ കൈ തണ്ടിൽ വെക്കുക. ഇവിടെ സഹൽ ഇബ്നു സഅദിന്റെ ഹദീസിൽ എന്താണ്? ജനങ്ങൾ അവരുടെ വലത്തെ കൈ ഇടത്തെ കൈ തണ്ടിൽ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇത് കൈത്തണ്ട് എന്നല്ല പറയുക. കൈത്തണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വിരൽ മുതൽ കൈയുടെ മുട്ട് വരെയുള്ള സ്ഥലം, വിരൽ മുതൽ കൈയുടെ മുട്ട് വരെയുള്ള സ്ഥലം. അതിനാണ് അറബിയിൽ ദിറാഅ് എന്ന് പറയുക. കൈയുടെ വിരൽ മുതൽ കൈയുടെ ഈ മുട്ട് വരെയുള്ള സ്ഥലം. സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, നിസ്കാരത്തിൽ വലത്തെ കൈ ഇടത്തെ കൈ തണ്ടിൽ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു.
അതിന് പ്രധാനമായും രണ്ട് രൂപങ്ങൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതുണ്ട്. ഒന്നാമത്തേത് വലത്തെ കൈ ഇടത്തെ കൈ തണ്ടിന്റെ മുകളിൽ വെക്കുക. വലത്തെ കൈ ഇടത്തെ കൈ തണ്ടിന്റെ മുകളിൽ വെക്കുക. രണ്ടാമത്തേത് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ നമ്മൾ പിടിക്കുക. ഇടത്തെ കൈയുടെ തണ്ട് നമ്മൾ പിടിക്കുക. ഈ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമത്തെ രൂപം കൈ വെക്കുക, അതാണ് ബുഖാരിയിൽ വന്നത്. രണ്ടാമത്തെ രൂപം കൈ പിടിക്കുക, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഈ രണ്ട് രൂപത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മൂന്നാമത്തെ ഒരു രൂപം പറയപ്പെടുന്നതിൽ ചില പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. അതാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണ്? വലത്തെ കൈ പത്തി ഇടത്തെ കൈയുടെ ഇതിനെന്താ പറയാ, മണികണ്ഠം. വലത്തെ കൈ പത്തി ഇടത്തെ കൈയുടെ മണികണ്ഠത്തിലും അതുപോലെ തന്നെ കൈ തണ്ടിൽ കുറച്ചു ഭാഗവും മണികണ്ഠത്തിൽ കുറച്ചു ഭാഗവും ഈ രൂപത്തിൽ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ചെറുവിരലും തള്ളവിരലും ഉപയോഗിച്ചുകൊണ്ട് കൈ പിടിക്കുക. ബാക്കി 3 വിരൽ ആ കൈ തണ്ടിൽ വെക്കുക. ബാക്കി 3 വിരൽ ആ കൈ തണ്ടിൽ വെക്കുക. ഇതും ചില പണ്ഡിതന്മാർ അനുവദിച്ചിരിക്കുന്ന രൂപമാണ്. ഇപ്പൊ 3 രൂപങ്ങൾ, 3 രൂപം. ഒന്നാമത്തേത് വലത്തെ കൈ ഇടത്തെ കൈയിൽ വെക്കുക സാധാരണ. രണ്ടാമത്തേത് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ പിടിക്കുക. ഒരു വ്യക്തി ഇങ്ങനെ നിസ്കരിച്ചു, പിടിച്ചുകൊണ്ട് നിസ്കരിച്ചു, ലാ ബഅസ്, അദ്ദേഹത്തിന് നിസ്കരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കൊക്കെ പിടിച്ചതായും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ രൂപം എന്നുള്ളത് വലത്തെ കൈ പത്തി ഇടത്തെ കൈ പത്തിയിലും കൈ തണ്ടിലുമായി വെക്കുക. അവിടെ നടുക്ക്, മണികണ്ഠത്തിന്റെ നടുക്ക് നമ്മുടെ കൈ പത്തി വരുന്ന രൂപത്തിൽ വെച്ച് ചെറുവിരലും തള്ളവിരലും കൊണ്ട് ഈ കൈ പത്തി പിടിക്കുക, മണികണ്ഠത്തിൽ പിടിക്കുക. 3 വിരൽ കൈ തണ്ടിൽ വെക്കുക. ഈ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം. അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ആധുനിക കാലത്തിൽ ജീവിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു ഈ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. 3 രൂപം മനസ്സിലായില്ലേ? ഈ 3 രൂപത്തിലും കൈ വെക്കുക എന്നുള്ളത് ശരീഅത്ത് അനുവദിച്ചതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു ഇങ്ങനെ പിടിക്കുന്ന 3 വിരൽ വെച്ച് 2 വിരൽ കൊണ്ട് പിടിക്കുന്നത് പാടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം. പക്ഷെ എന്നിരുന്നാലും ചില പണ്ഡിതന്മാർ അനുവദിച്ച വിശാലമായ ഒരു മസ്അലയാണ്. തയ്യിബ്, ഇപ്പൊ നമ്മൾ കൈ പിടിക്കാൻ മനസ്സിലാക്കി. നിസ്കാരത്തിൽ അടിസ്ഥാനം എന്നുള്ളത് എന്താണ്? കൈ വെക്കലാണ്. വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കുക എന്നുള്ളതാണ്. എവിടെയാണ് വെക്കേണ്ടത്? ഈ വിഷയത്തിൽ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ഒരു വ്യക്തി നെഞ്ചിന് മുകളിലാണോ വെക്കേണ്ടത്, പൊക്കിളിന് മുകളിലാണോ, പൊക്കിളിന് താഴെയാണോ എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമാണ്. പൊക്കിളിന് മുകളിലാണോ, നെഞ്ചിന് മുകളിലാണോ, നെഞ്ചിന് താഴെയാണോ തുടങ്ങിയ ഹദീസുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ വന്നിരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും പ്രബലമായ ഹദീസ് നെഞ്ചിന് മുകളിൽ വെക്കുന്ന വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. വന്നിരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും പ്രബലമായത്. അങ്ങനെ പറയുമ്പോൾ അത് സഹീഹാണെന്ന് അർത്ഥം കിട്ടണമെന്നില്ല. വന്നിരിക്കുന്നതിൽ ദുർബലത ഏറ്റവും കുറഞ്ഞ ഹദീസ് ഏതാണ്? നെഞ്ചിന് മുകളിൽ വെക്കുക എന്ന് പറയുന്ന ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാർ ഹദീസ് ദുർബലമാണെന്നുള്ള അഭിപ്രായമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹുൽ മുംതിഇൽ പറയുന്നു, അഖ്റബുൽ അഖ്വാൽ, ഏറ്റവും ഹഖിനോട് യോജിച്ച വാക്കായിട്ട് ഷെയ്ഖിന് മനസ്സിലാകുന്നത് യളഉഹാ അല സദർ, നെഞ്ചിന്റെ മുകളിലായി വെക്കുക. വൽ വാരിദു ഫീ ദാലിക ഫീഹി മഖാൽ, പക്ഷേ ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് ഒരു വ്യക്തി പറയാണ് നെഞ്ചിന് മുകളിൽ വെക്കുന്ന ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ അഹ്ലുസുന്നയെന്നോ സലഫിയത്തെന്നോ പുറത്താക്കേണ്ടതില്ല. കാരണം അത് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അലം, ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ആ ഹദീസ് ദുർബലമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ സൂചിപ്പിച്ചതുപോലെ ആ ഹദീസ് ദുർബലമാണ്. നെഞ്ചിന് മുകളിൽ വെക്കുക എന്നുള്ളതും ദുർബലമാണ്. അപ്പൊ പിന്നെ എവിടെയാ വെക്കേണ്ടത്? ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, മുൻകാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, നമുക്കെല്ലാവർക്കും അറിയാം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, അസ്സഹാബത്തു, ശരിക്കും ശ്രദ്ധിക്കുക, അസ്സഹാബത്തു സഹാബികൾ, വത്താബിഊന താബിഈങ്ങൾ, വമൻ ബഅദഹും അവർക്ക് ശേഷം ജീവിച്ചിരുന്നവർ, സഹാബികൾ, താബിഈങ്ങൾ, അവർക്ക് ശേഷം വന്നവർ, യറൗന അവരുടെ അഭിപ്രായം, അയ്യദഅ അർറജുലു യമീനഹു അലാ ശിമാലിഹി, വലത്തെ കൈ ഇടത്തെ കൈയിൽ വെക്കണമെന്നാണ് നമ്മൾ പറഞ്ഞതുപോലെ. എവിടെയാണ്? ഇമാം തിർമിദി പറയുന്നു, വറഅ ബഅദുഹും
അവരിൽ മുൻഗാമികളിൽ സഹാബത്തിലും താബിഈങ്ങളിലും ചില ആളുകളുടെ അഭിപ്രായം അയ്യദഅഹുമാ ഫൗഖ അസ്സുറ, പൊക്കിളിന് മുകളിൽ വെക്കണമെന്നാണ്. ചില ആളുകളുടെ അഭിപ്രായം തഹ്ത അസ്സുറ, പൊക്കിളിന് താഴെ വെക്കണമെന്നാണ്. എന്നിട്ട് ഇമാം തിർമിദി റഹിമഹുല്ല പറയുന്നു, സഹാബത്തിന്റെയും താബിഈങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിനെ കുറിച്ച് വകുല്ലു ദാലിക വാസിഉൻ ഇൻദഹും, അത് ഏത് ചെയ്താലും പ്രശ്നമില്ല എന്ന നിലപാടാണ് മുൻഗാമികൾക്ക് എന്ന് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ബാബു വദഇൽ യദൈനി അല ശിമാലി ഫിസ് സ്വലാ എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? ഇമാം തിർമിദി റഹിമഹുല്ല പറയുന്നത് എന്താ? സഹാബത്തും താബിഈങ്ങളും അവരുടെ അഭിപ്രായം അനുസരിച്ച് ഒരാൾക്ക് പൊക്കിളിന് മുകളിൽ വേണേ പൊക്കിളിന് മുകളിൽ വെക്കാം, പൊക്കിളിന് താഴെയാണെങ്കിൽ പൊക്കിളിന് താഴെ വെക്കാം. ഇതൊക്കെ അവർക്കിടയിൽ വിശാലമായ കാര്യമാണ് എന്ന് ഇമാം തിർമിദി റഹിമഹുല്ല പറയും. നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ കുഴപ്പാക്കുന്ന മസലയെ, നെഞ്ചിന് താഴെ കൈകെട്ടിയാൽ എന്താ നെഞ്ചിന് താഴെ കെട്ടി മുകളിൽ കെട്ടുക? ഒരു വ്യക്തി ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമിനെ പോലുള്ളവർ പറഞ്ഞതനുസരിച്ച് ആ ഹദീസ് സ്വീകാര്യമാണെന്ന് മനസ്സിലാക്കി നെഞ്ചിന് മുകളിൽ കെട്ടിയാൽ കെട്ടാം. ഇനി ഒരു വ്യക്തി പറയാണ് ആ ഹദീസ് ദുർബലമാണ്, ഇമാം തിർമിദിയെ പോലെയുള്ളവർ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ദുർബലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നെഞ്ചിന് താഴെ കൈകെട്ടുന്നു എന്ന് പറഞ്ഞാൽ അതും അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അത് എതിർക്കാൻ വേണ്ടി പോകേണ്ട അല്ലെങ്കിൽ തർക്കിക്കേണ്ട ഒരു മസ്അലയല്ല. ഇമാം തിർമിദി റഹിമഹുല്ല സഹാബത്തിന്റെ കാര്യമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ല പറയുന്നു, ലാ അഅലമു ശൈഅൻ, എനിക്കറിയുകയില്ല, മിനൽ അഹാദീസ് ഔ ഖൗലൻ മുഅ്തദ്ദൻ ബിഹി, പണ്ഡിതന്മാരിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു അഭിപ്രായമുള്ളതായിട്ട് അല്ലെങ്കിൽ ഹദീസ് ഉള്ളതായിട്ട്. ഏത് വിഷയത്തിൽ? അന്നൽ അബ്ദ, ഒരു വ്യക്തി യളഉ യദഹു, അവന്റെ കൈ വെക്കണം, തഹ്ത സഖ്നിഹി, അവന്റെ ഈ താടിയെല്ല് വരുന്ന സ്ഥലത്തിന് താഴെ, അഅലാ സദ്രിഹി, നെഞ്ചിന്റെ ഏറ്റവും മുകളിൽ വെക്കുന്ന വിഷയത്തിൽ ഒരു ഹദീസോ ഒരു പണ്ഡിതനോ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് അതിന്റെ രൂപം? ചില ആളുകൾ ഇങ്ങനെ വെക്കും, നെഞ്ചിന്റെ മുകളിൽ നമ്മുടെ ഈ താടിയെല്ല് തട്ടുന്ന ഭാഗം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു, അങ്ങനെ ഒരു രൂപം ഗൈറു മശ്റൂഅത്തിൻ ബിൽ കുല്ലിയ്യ, ശരീഅത്ത് എവിടെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ നെഞ്ചിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുകെട്ട ഈ താടിയെല്ല് വന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണ്? അതാണ് ഹൃദയത്തിന്റെ മുകൾ ഭാഗം, നെഞ്ചിന്റെ മുകൾ ഭാഗം. അവിടെ കൈകെട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ പറയാത്ത അഭിപ്രായമാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് ഈ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി നെഞ്ചിന് മുകളിൽ കെട്ടുന്നെങ്കിൽ അവിടെ കെട്ടാം, നെഞ്ചിന്റെ അവിടെ കെട്ടാം, അല്ലെങ്കിൽ നെഞ്ചിന്റെ താഴെ കെട്ടുന്നെങ്കിൽ അവിടെ കെട്ടാം. ഇനി ചില ഹനഫി മദ്ഹബിന്റെ ആളുകൾ ചെയ്യുന്നത് പോലെ താഴ്ത്തു കെട്ടുന്നുവെങ്കിൽ അങ്ങനെ കെട്ടാം. ഇതൊക്കെ മുൻഗാമികൾ സ്വീകരിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. മാലിക്കി മദ്ഹബിലെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ കൈ അഴിച്ചുവിടുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. കൈ കെട്ടണം, അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം, അതാണ് ശരി. പക്ഷേ എവിടെ കെട്ടണം എന്ന വിഷയത്തിൽ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. ഇത് ഇമാം തിർമിദിയുടെ മാത്രം അഭിപ്രായമല്ല. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ പറയുന്നു, ഇമാം ഔസാഇയെ പോലെയുള്ളവർ, ഇബ്നുൽ മുൻദിറിനെ പോലെയുള്ളവർ അവർ പറഞ്ഞു ഇതിൽ ഏത് അഭിപ്രായം സ്വീകരിക്കാം, ഇതിൽ ഏത് അഭിപ്രായം സ്വീകരിക്കാം എന്നാണ് ഇമാം ഔസാഇ. ആരാണ് ഔസാഇ? ഇമാമു അഹ്ലി ശ്യാം, അന്ന് ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ ഇബ്നുൽ മുൻദിർ, എത്രയോ വലിയ ഫഖീഹ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്നു നമുക്ക് എവിടെയും കെട്ടാം, ഏതും തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ചില ആളുകൾ ഇതൊക്കെ വിമർശിക്കുന്നത് കാണാം. ഹറമിലെ ഇമാമുമാരെ പോലും വിമർശിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. അവർ പറയും ഹറമിലെ ഇമാമുകൾ എന്താ താഴെ കെട്ടുന്നത്, അവർ ആ ഹദീസ് ദുർബലമായി മനസ്സിലാക്കുന്നുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിച്ച് അതിൽ അടികൂടുക അല്ലെങ്കിൽ അതിൽ തർക്കിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, നമ്മൾ നിസ്കാരത്തിലാണ്, നിന്നു, അല്ലാഹു അക്ബർ പറഞ്ഞു, കൈകെട്ടി. കൈകെട്ടുന്നതിന്റെ 3 രൂപവും അതൊക്കെ നമ്മൾ പറഞ്ഞു. ثم تخفض رأسك فلا ترفعه إلى السماء لأن النبي صلى الله عليه وسلم نهى عن رفع البصر إلى السماء في الصلاة رواه البخاري واشتد قوله في ذلك حتى قال لينتهين أقوام يرفعون أبصارهم إلى السماء في الصلاة أو لا ترجع إليهم رواه البخاري ومسلم. ولهذا ذهب من ذهب من أهل العلم إلى تحريم رفع المصلي بصره إلى السماء وهو قول وجيه جدا لأنه لا وعيد على شيء إلا وهو محرم. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പരാമർശിക്കുന്ന വിഷയം നിസ്കരിക്കുന്ന വ്യക്തി എവിടേക്കാണ് നോക്കേണ്ടത്, നിസ്കരിക്കുന്ന വ്യക്തി എവിടേക്കാണ് നോക്കേണ്ടത്. ഈ ഒരു മസലയാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പരാമർശിക്കുന്നത്. എവിടേക്കാണ് നിസ്കരിക്കുന്ന വ്യക്തികൾ നോക്കേണ്ടത്? സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും,
നിസ്കാരത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് പഠിപ്പിക്കുന്ന നോട്ടമുണ്ട്, ശരീഅത്ത് വിലക്കുന്ന നോട്ടമുണ്ട്, ശരീഅത്ത് അനുവദിക്കുന്ന നോട്ടമുണ്ട്. ഒരു വ്യക്തി നിസ്കാരത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് 3 നോട്ടങ്ങളുണ്ട്. ഒന്ന് ശരീഅത്ത് അനുവദിക്കുന്ന അല്ലെങ്കിൽ ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്ന നോട്ടം. അത് നോക്കണമെന്ന് ശരീഅത്ത് നമ്മോട് പറഞ്ഞു. അതേത് നോട്ടമാണ്? 2 എണ്ണമാണ്. ഒന്നാമത്തേത് അന്നളുറു ഇല സബ്ബാബതി ബിത്തശഹൂദ്. അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടും, ആ വിരലിലേക്ക് നോക്കുക. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്നഹു ലാ യുജാവിസു ബസ്വറുഹു ഇശാറതഹ. പ്രവാചകൻ അത്തഹിയ്യാത്തിൽ ഇരുന്ന് വിരൽ നീട്ടിയാൽ ആ വിരലിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലാണെങ്കിൽ എവിടേക്ക് നോക്കലാണ് പുണ്യം? വിരലിലേക്കാണ്. അതാണ് സുന്നത്ത്, അത് ശരീഅത്ത് പഠിപ്പിച്ചതാണ്. ഇനി ഒരു വ്യക്തി അത്തഹിയ്യാത്തിലല്ല, തശഹൂദിലല്ല, മറ്റിതര കർമ്മങ്ങളിലാണ്, ഉദാഹരണത്തിന് നിസ്കാരത്തിൽ റുകൂഇലാണ് അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖിയാമിലാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടേക്ക് നോക്കണം? ഇലാ മൗദിഇസ് സുജൂദ്, സുജൂദിലേക്ക് നോക്കണം. സുജൂദിന്റെ സ്ഥാനത്തേക്ക് ആ വ്യക്തി നോക്കേണ്ടതാണ്. ഇതാണ് 3 മദ്ഹബിന്റെ അഭിപ്രായം. ഹനഫി മദ്ഹബും ഷാഫിഈ മദ്ഹബും ഹംബലി മദ്ഹബും പറയുന്നു ഒരു വ്യക്തി നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലല്ലാത്ത സാഹചര്യങ്ങളിൽ എവിടേക്ക് നോക്കണം? അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് അവൻ നോക്കേണ്ടത് എന്ന് ഈ 3 മദ്ഹബിന്റെയും അഭിപ്രായം. ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഉണ്ട് എങ്കിലും അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പൊ 3 മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നു നിസ്കാരത്തിൽ തശഹൂദ് അല്ലാത്ത സമയത്ത് എവിടേക്ക് നോക്കണം? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഇവിടെ ബറക്കല്ലാഹു ഫീക്കും ചില ആളുകൾ എന്ത് പറയും? നിസ്കാരത്തിൽ ഒരു വ്യക്തി റുകൂഇലാണെങ്കിൽ അവന്റെ കാലിലേക്ക് നോക്കണം, അതുപോലെ തന്നെ അവൻ 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലേക്കാണെങ്കിൽ അവന്റെ തുടയിലേക്ക് നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിനൊന്നും തെളിവുകളില്ല, ആ വിഷയങ്ങൾക്കൊന്നും തെളിവുകളില്ല. ശരീഅത്ത് നോക്കാൻ വേണ്ടി പറയുന്ന 2 നോട്ടങ്ങൾ, ഒന്നാമത്തേത് അത്തഹിയ്യാത്തിൽ വിരലിലേക്ക്, രണ്ടാമത്തേത് നിസ്കാരത്തിന്റെ ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ സുജൂദിലേക്കാണ്. ഇതാണ് ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന നോട്ടം. അടുത്തതായി ശരീഅത്ത് വിലക്കിയിരിക്കുന്ന നോട്ടം, അതേതാണ്? നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കൽ. നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുക എന്നുള്ളത്, കണ്ണുയർത്തി മുകളിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ്. കണ്ണുയർത്തി മുകളിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ യർഫഊന അബ്സാറഹും ഇലസ് സമാഇ ഫിസ് സ്വലാ ഔ ലാ തർജിഉ ഇലൈഹിം. ചില റിവായത്തുകളിൽ ഔ ലാ തുഖ്തഫന്ന അബ്സാറുഹും, ചില ആളുകൾ നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുന്നത് കാരണത്താൽ അവരുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ നോട്ടം എന്താണ്? ഹറാമാണ്. അപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കാൻ പാടില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമായ നോട്ടമാണ്, ശരീഅത്ത് വിലക്കിയിരിക്കുന്ന നോട്ടമാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒന്നാമത്തേത് ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചത് നിസ്കാരത്തിൽ വിരലിലേക്കും സുജൂദിന്റെ സ്ഥാനത്തേക്കും. രണ്ടാമത്തേത് ശരീഅത്ത് വിലക്കിയത് നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുക എന്നുള്ളത്. അത് നോക്കരുത് യാതൊരു കാരണവശാലും. നമ്മളത് പറഞ്ഞിരുന്നു ഇമാം അബൂ സുറഅന്റെ കഥയൊക്കെ. അദ്ദേഹത്തിന് മുമ്പിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. 3ാമത്തെ നോട്ടം ശരീഅത്ത് അനുവദിച്ചിരിക്കുന്ന നോട്ടമാണ്. ശരീഅത്ത് അനുവദിച്ചിരിക്കുന്ന നോട്ടമാണ്. അത് എവിടേക്കാണ്? നിസ്കരിക്കുന്ന വ്യക്തി മുമ്പിലേക്ക് നോക്കുക. നിസ്കരിക്കുന്ന വ്യക്തി മുമ്പിലേക്ക് നോക്കുക, മുകളിലേക്കല്ല, നേരെ മുമ്പിലേക്ക് നോക്കുക. അത് ശരീഅത്ത് അനുവദിച്ച നോട്ടമാണ്. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? മുമ്പിലേക്ക് നോക്കാം. അതായത് ഖിബലയുടെ ഭാഗത്തേക്ക്, ഇമാമിന്റെ നേരെ നോക്കൽ അനുവദനീയമാണ്. അത് ശരീഅത്ത് അനുവദിച്ച കാര്യമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, മുമ്പിലേക്ക് നോക്കാം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സുജൂദിലേക്ക് നോക്കുക എന്നുള്ളത് 3 മദ്ഹബിന്റെ അഭിപ്രായമാണ്. ഏതൊക്കെ? ഷാഫിഈ, ഹനഫി, ഹംബലി. ഏത് മദ്ഹബ ബാക്കിയുള്ളത്? മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് നിസ്കാരത്തിൽ സുജൂദിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് മുമ്പിലേക്കാണ്. മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ച് നിസ്കാരത്തിൽ സുജൂദിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് മുമ്പിലേക്കാണ്. അതും ധാരാളം തെളിവുകളുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് ആ അഭിപ്രായത്തെ തള്ളിക്കളയാൻ സാധ്യമല്ല. ആ ഒരു അഭിപ്രായത്തിലും തെളിവുകളുണ്ട്. മുമ്പിലേക്കാണ്, ഖിബലയുടെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത് എന്ന വിഷയത്തിലും തെളിവുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഒരു തെളിവ് മാത്രം ഞാൻ പറയാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അദ്ദേഹത്തോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറിലും അസ്റിലും
ഓതാറുണ്ടോ എന്ന് ചോദിച്ചു. നിസ്കരിക്കുമ്പോൾ ഓതാറുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ശബ്ദത്തിലല്ല ഓതാറ്. നിസ്കാരത്തിൽ ഓതാറുണ്ടോ എന്ന് ചോദിച്ചു. ളുഹറിലും അസറിലും പ്രവാചകൻ ഓതാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഓതാറുണ്ട്. ഈ വ്യക്തി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം പ്രവാചകൻ ഓതാറുണ്ട് എന്ന്? കാരണം പ്രവാചകൻ നിസ്കരിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അദ്ദേഹം പറഞ്ഞു ബിൽതിറാബി ലിഹ്യതിഹി, പ്രവാചകന്റെ താടി അനങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അവിടുത്തെ താടി അനങ്ങിയതൊക്കെ സഹാബത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ പിന്നിൽ നിസ്കരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും താഴേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ, സുജൂദിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന പ്രവാചകൻ അവർക്ക് കാണാൻ സാധ്യമല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ മുഖം, തലയുടെ ഭാഗം അവർക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഒരു ഹദീസ് കൊണ്ടുവന്ന അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് ബാബു റഫ്ഇൽ ബസരി ഇലൽ ഇമാമി ഫിസ് സ്വലാ, നിസ്കാരത്തിൽ ഇമാമിലേക്ക് നോക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം. നിസ്കാരത്തിൽ ഇമാമിലേക്ക് നോക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ബത്താൽ റഹിമഹുല്ല പറയുന്നു, ഫീഹി ഹുജ്ജത്തുൻ ലിമാലിക് ഫീ അന്ന അൻ-നളറ ഇലാ ജിഹത്തിൽ ഖിബ്ല. ഇമാം മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായമായ ഖിബ്ലയുടെ ദിശയിലേക്കാണ് നോക്കേണ്ടത് എന്നുള്ളതിന് തെളിവ് ഈ ഹദീസിലുണ്ട് എന്ന് ഇബ്നു ബത്താൽ റഹിമഹുല്ല പറയുന്നതായി ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ 3 നോട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചത് എവിടേക്കാണ്? വിരലിലേക്കും സുജൂദിലേക്കും. രണ്ടാമത്തേത് നിഷിദ്ധമാക്കിയത് ആകാശത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക്. മൂന്നാമത്തേത് മുമ്പിലേക്ക്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അനുവദിക്കപ്പെട്ട നോട്ടമാണ്. മാലിക്കി മദ്ഹബിൽ അതാണ് സുന്നത്ത്, സുജൂദിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് മുമ്പിലേക്കാണ് നോക്കേണ്ടത്. അതാണ് മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം. ആ അഭിപ്രായം ധാരാളം തെളിവുകളുടെ പിൻബലമുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി നിസ്കാരത്തിൽ മുമ്പിലേക്ക് നോക്കുകയാണെങ്കിലും അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, ശരീഅത്ത് വിലക്കിയതല്ല. ഇവിടെ ഒരു പക്ഷേ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ വേണ്ടി പറയുന്നത്? എന്തിനാണ്? നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാൻ. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ കാണുന്ന കാഴ്ചകളെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. നേരെ മറിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തി അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോൾ സ്വാഭാവികമായും അവന്റെ ചിന്ത അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാൻ, നിസ്കാരത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ അവന് സാധിക്കുന്നതാണ്. ഇതാണ് നിസ്കാരത്തിൽ നോക്കുന്ന വിഷയത്തെക്കുറിച്ച് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമയം നമ്മൾ പറഞ്ഞത് ബറക്കല്ലാഹു ഫീക്കും, നിസ്കാരത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 രൂപത്തിലുള്ള നോട്ടങ്ങളാണ്. ഒന്ന് ഹറാമായത്, 2 ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചത്, മൂന്നാമത്തേത് ഹലാലായ നോട്ടം. പിന്നെ അവിടെ ചോദിച്ചതുപോലെ നിസ്കാരത്തിൽ കണ്ണടക്കാമോ? നിസ്കാരത്തിൽ കണ്ണടക്കാൻ പാടില്ല. ഇമാം മറഇ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായി കാണാം, അത് ജൂതന്മാരുടെ പ്രവർത്തനമാണ്. നിസ്കാരത്തിൽ കണ്ണടക്കുക എന്നുള്ളത് ജൂതന്മാരുടെ പ്രവർത്തനമാണ്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സാഹചര്യത്തിൽ ഒഴികെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിലായി എന്തെങ്കിലും നിസ്കാരത്തെ തൊട്ട് പൂർണ്ണമായി ആ വ്യക്തി അശ്രദ്ധയിലാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും വസ്തുക്കൾ നിസ്കാരത്തെ തൊട്ട് പൂർണ്ണമായി അദ്ദേഹത്തെ അശ്രദ്ധയിലാക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണടക്കാം. അതല്ലാത്ത സാഹചര്യങ്ങളിൽ നിസ്കാരത്തിൽ അടിസ്ഥാനം എന്നുള്ളത് കണ്ണ് തുറന്നുകൊണ്ട് നിസ്കരിക്കലാണ്. ചില ആളുകൾ പറയും അതാണ് കൂടുതൽ ഭയഭക്തി ലഭിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് ഏറ്റവും നല്ലത്. അവിടുന്നാണ് ഏറ്റവും അധികം തഖ്വയുള്ള വ്യക്തി. നമ്മേക്കാളും ഒക്കെ തഖ്വയുള്ളത് പ്രവാചകനും സഹാബത്തിനുമാണ്. അവരാരും കണ്ണടച്ചുകൊണ്ടല്ല നിസ്കരിക്കാറുള്ളത്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, നിസ്കാരത്തിൽ അവർ കൈകെട്ടുമ്പോൾ ഒരു വശത്തേക്ക് കെട്ടും, ഒരു ഭാഗത്തേക്ക് ചെരിച്ചുകൊണ്ട് കെട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ നിന്ന് വന്നിരിക്കുന്നത് പൊക്കിളിന് മുകളിൽ വന്നിട്ടുണ്ട്, താഴെ വന്നിട്ടുണ്ട്, നെഞ്ചിന് മുകളിൽ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കെട്ടാൻ പറഞ്ഞതായിട്ട് അറിയുകയില്ല. ഒരു ആലിമും ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കെട്ടാൻ പറഞ്ഞതായി അറിയുകയില്ല. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനവും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിനുശേഷം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നമ്മൾ നിസ്കാരത്തിൽ നിന്നു എവിടേക്കാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. സുജൂദിലേക്ക് നോക്കുക. فتخفض بصرك وتطأطئ رأسك لكن كما قال العلماء لا يضع ذقنه على صدره أي لا يخفضه كثيرا حتى يقع الذقن وهو مجمع اللحيين على الصدر بل يخفضه مع فاصل يسير عن صدره. അങ്ങനെ നിസ്കാരത്തിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ
തല എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദിലേക്കാണ്. കണ്ണുകൊണ്ട് നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്തേക്കാണ്. സുജൂദിലേക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് നോക്കാൻ പറ്റും. ഒന്നുകിൽ നമ്മുടെ തല പൂർണ്ണമായി താത്ത് താടിയെല്ല് ഇവിടെ നെഞ്ചത്ത് തട്ടുന്ന രൂപത്തിൽ തല താത്തിട്ട് എന്ത് ചെയ്യാം? സുജൂദിലേക്ക് നോക്കാം. അതല്ല എങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ നിന്ന് ആ വ്യക്തിക്ക് താഴേക്ക് കണ്ണ് മാത്രം താഴേക്ക് ചലിപ്പിച്ചുകൊണ്ടും താഴേക്ക് നോക്കാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അധികമായി ഇത് താക്കാതെ ഒരു സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണ് നിന്നാൽ ഉണ്ടാവുക? ചെറിയ രൂപത്തിൽ മാത്രം തല താഴ്ത്തിക്കൊണ്ട് സുജൂദിലേക്ക് നോക്കുക. ചില ആളുകളൊക്കെ നന്നായി തല താത്ത് നിസ്കരിക്കും. അതൊരിക്കലും ശരിയാഴ്ച പഠിപ്പിക്കുന്നതല്ല. ഈ താടിയെല്ല് നെഞ്ചിന് തട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ നന്നായി താഴ്ന്ന് നിൽക്കുക എന്നുള്ളത് ശരിയാഴ്ച പഠിപ്പിച്ചതല്ല. മറിച്ച് ചെറുതായി നമുക്ക് സുജൂദിലേക്ക് നോക്കാൻ പാകത്തിൽ മാത്രം തല താഴ്ത്തിക്കൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. മനസ്സിലായോ? ആ ഒരു രൂപവും ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, നിൽക്കുമ്പോൾ ചില ആളുകളെ കാണാറുണ്ട് കാലിങ്ങനെ വിടർത്തി നിൽക്കും. കാല് നന്നായിട്ട് വിടർത്തി നിൽക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്താണ്? അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഖാമ ഇലാ സ്വലാത്തി അഅ്തദല ഖായിമ. പ്രവാചകൻ നിസ്കാരത്തിൽ നിന്നാൽ ഒരു മിതമായ മനുഷ്യൻ എങ്ങനെയാണോ നിൽക്കുക അതുപോലെയാണ് നിൽക്കാറ്. സാധാരണ ഒരാൾ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ കാല് വെക്കുന്നത് പോലെയാണ് വെക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ ദൂരത്ത് കാലടർത്തി വെക്കേണ്ട ആവശ്യമില്ല. മറിച്ച് മിതമായി കൊണ്ടാണ് നിൽക്കാൻ പരിശ്രമിക്കേണ്ടത്. രണ്ട് കാല് ചേർത്തും വെക്കാൻ പാടില്ല. അതാരും പൊതുവെ ചെയ്യാറില്ല. രണ്ട് കാല് ചേർത്തും വെക്കാൻ പാടില്ല. രണ്ട് കാല് വളരെ വിശാലമായിട്ടും വെക്കാൻ പാടില്ല. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്ന സമയം കാല് കാലോട് ചേർക്കാനുള്ള ആഗ്രഹം കാരണത്താൽ, അത് സുന്നത്താണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്, കാല് കാലോട് ചേർക്കാനുള്ള ആഗ്രഹത്താൽ നമ്മൾ ഒരാളുടെ കാലോട് ചേർത്ത് വെക്കും. അയാൾ കാല് വലിക്കും. ഈ വ്യക്തി ആദ്യം കാല് നീട്ടും. അങ്ങനെ പോകും. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനോട് അൽബദർ ഹഫിളഹുല്ലാഹ് ഞാൻ ആ മസലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്തനുസരിച്ച് നിൽക്കുക. ആ വ്യക്തി കാല് വലിച്ചാൽ നിസ്കാരശേഷം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക. കേട്ടാൽ അൽഹംദുലില്ലാഹ്, കേട്ടില്ലെങ്കിൽ നമ്മുടെ ബാധ്യത പൂർത്തീകരിച്ചു. അതല്ലാതെ ആ വ്യക്തിയോട് കാല് ചേർക്കാനുള്ള താല്പര്യത്താൽ സുന്നത്തിനോട് അമിതമായ ആവേശം എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും കാല് വെച്ച് ഇയാളുടെ കാല് വലിയ രൂപത്തിൽ വരിക എന്നുള്ളത് ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. മറിച്ച് നമ്മൾ നല്ല രൂപത്തിൽ നിൽക്കുക. ആ വ്യക്തി വലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെറ്റ് അല്ലെങ്കിൽ സുന്നത്തിനെതിരാവുന്ന വിഷയം അദ്ദേഹത്തിനാണ് ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളധികമായി ഇങ്ങനെ കാല് വീതിയായിട്ട് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഇവിടെയുള്ള മറ്റൊരു മസ്അല, നിസ്കരിക്കുമ്പോൾ ഒരു കാലിൽ ബലം കൊടുത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ഒരു കാലിൽ മാത്രം ഇങ്ങനെ ബലം കൊടുത്ത് നിസ്കരിക്കും. അതിനെ ഫുഖഹാക്കൾ മുറാവഹ എന്നാണ് പറയുക. ഫുഖഹാക്കൾ മുറാവഹ എന്നാണ് പറയാറുള്ളത്. അതായത് നിസ്കരിക്കുമ്പോൾ ഒരു കാലിൽ ബലം കൊടുത്ത് നിസ്കരിക്കുക. അതിന്റെ വിധി എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത് പ്രശ്നമില്ല എന്ന രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാല് പ്രയാസമായപ്പോൾ രണ്ട് കാലും ചേർത്ത് വെച്ച് നിന്നു. ഈ സമയത്ത് ഇബ്നു മസ്ഊദ് കണ്ടപ്പോൾ പറഞ്ഞു, അഖ്ത അസ്സുന്ന, അവൻ ചെയ്തിരിക്കുന്നത് സുന്നത്തിനെതിരാണ്. എന്നിട്ട് പറഞ്ഞു, ലൗ റാവഹ ലകാന അഅജബ ഇലൈ, ആ വ്യക്തി ഒരു കാലിൽ ബലം കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ ഒരു കാലിൽ ബലം നൽകി ഒരു കാലിൽ അവലംബിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ശർഅ് അനുവദിച്ചതാണ്. ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം മാലിക്, അഹ്മദ് ബിൻ ഹംബൽ, ഇസ്ഹാഖ് ബിൻ റാഹോയ് അവരെ സംബന്ധിച്ചിടത്തോളം ലാ യറൗന ബിഹി ബഅസൻ, ഒരു കാലിൽ ബലം കൊടുത്ത് നിൽക്കാൻ അവർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, സഹഹത് സ്വലാത്തുഹു മഅൽ കറാഹ, ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് പ്രയാസമൊന്നുമില്ല, ആ വ്യക്തി നിൽക്കുമ്പോൾ ഒരു കാലിൽ മാത്രം ബലം കൊടുത്ത് നിൽക്കുകയാണ് എങ്കിൽ അത് കറാഹത്താണ്, ആവശ്യമില്ല എങ്കിൽ കറാഹത്താണ്. വഇൻ കാന മഅ്ദൂറൻ ഫലാ കറാഹ, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ട്, ഉദാഹരണത്തിന് തറാവീഹ് നിസ്കരിക്കുകയാണ് 2 മണിക്കൂർ 3 മണിക്കൂർ, ഇപ്പൊ രണ്ട് കാലിൽ മാത്രം നിൽക്കാൻ, എങ്ങനെ രണ്ട് കാലിൽ ബലം കൊടുത്ത് നിൽക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാലിൽ ബലം കൊടുത്ത് നിൽക്കാം, കുറച്ചു കഴിഞ്ഞ് മറ്റേ കാലിൽ ബലം കൊടുത്ത് നിൽക്കാം. അത് ശരീഅത്ത് അനുവദിച്ച കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹുൽ മുംതിഇൽ പറയുന്നു, ലാ ബഅസ ബിൽ മുറാവഹ, ഒരു കാലിൽ ബലം കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ലാ സിയമ ഇദാ ത്വാലൽ വുഖൂഫ്, പ്രത്യേകിച്ച് ദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാലിൽ ബലം കൊടുത്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം. ഒരു കാലിൽ ബലം കൊടുത്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം. ഇവിടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൽ നിന്നും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അത് അനുവദിച്ചതായിട്ട്.
പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് അലി ആദം അൽ എത്യോപ്യയെ പോലെയുള്ള പണ്ഡിതന്മാർ റഹിമഹുല്ലാ അത് സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ആവശ്യമാണെങ്കിൽ മുറാവഹ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്ന് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദഖീറത്തുൽ ഉഖബ എന്ന് പറയുന്ന കിതാബിൽ സൂചിപ്പിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിസ്കാരത്തിൽ അങ്ങനെ ഒരു കാലിൽ ബലം കൊടുക്കാം ആവശ്യമാണെങ്കിൽ മാത്രം. ആവശ്യമില്ല എങ്കിൽ കറാഹത്താണ്, നിസ്കാരം സഹീഹാകും. ആവശ്യമില്ല എങ്കിൽ കറാഹത്താണ്, നിസ്കാരം സഹീഹാകും. അങ്ങനെ നിസ്കാരത്തിൽ നമ്മൾ നിന്നു, രണ്ട് കാലിൽ നിന്നു. ഇതൊന്നും ആരും മുതലെടുക്കരുത്, മുതലെടുത്തുകൊണ്ട് ചെയ്യരുത്. മറിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അള്ളാഹുവിന് നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ അറിയാം. നിസ്കാരത്തിൽ നിന്നതിന് ശേഷം ചെയ്യേണ്ടത് എന്താണ്? ദുആഉൽ ഇസ്തിഫ്താഹ് ആണ്. ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാറുള്ള നിസ്കാരത്തിൽ പ്രവേശിച്ചു അല്ലാഹു അക്ബർ പറഞ്ഞു. അതുപോലെ തന്നെ അഫ്വാൻ കഴിഞ്ഞ മസലയിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ മുറാവഹ എന്ന് പറയുമ്പോൾ ഒരു കാലിൽ ബലം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാല് മുമ്പോട്ടും ഒരു കാല് പിന്നോട്ടൊന്നും ആവാൻ പാടില്ല. ആ നിന്ന നൃത്തത്തിൽ തന്നെ ആയിരിക്കണം. ഒരു കാല് മുമ്പോട്ട് ഒരു കാല് പിന്നോട്ടാവുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതല്ല. നിന്ന നൃത്തത്തിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ദുആഉൽ ഇസ്തിഫ്താഹ് ആണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥന. ഷെയ്ഖ് ഇവിടെ പറഞ്ഞു വയസ്തഫ്തിഹു വയഖൂൽ اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من الخطايا എന്ന് പറയുന്ന അദ്കാറുകൾ. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു هذا هو الاستفتاح. ഇവിടെ പറഞ്ഞ اللهم باعد بيني എന്ന് പറയുന്ന ഇസ്തിഫ്താഹ് ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. എന്താണ് പ്രവാചകനോട് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഒരു ദിവസം അബൂ ഹുറൈറ നിസ്കരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് കൈകെട്ടി ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉറക്കിയൊന്നും പറയുന്നില്ല. സഹാബത്തിന് മനസ്സിലായിട്ടില്ല എന്താ ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ താങ്കൾ എന്താണ് ആ സമയത്ത് അനങ്ങാതിരുന്നു കൊണ്ട് പറയുന്നത്? പ്രവാചകൻ പറഞ്ഞു അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് പറയുന്ന ദിക്റാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് പറയുന്ന ദിക്റാണ്. ഒന്നുകിൽ അത് പറയാം, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക എന്ന് പറയുന്ന പ്രാർത്ഥന പറയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീനോട് പറയുന്നു വയസ്തഫ്തിഹു സ്വലാത്തൽ ലൈൽ. രാത്രി നിസ്കാരമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാറുണ്ട്? അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകാഈൽ വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കും ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇذنിക് ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ പറഞ്ഞു ഈ പറയുന്നതിൽ ഏതും പറയാം. ഈ പറയുന്ന ദുആഉൽ ഇസ്തിഫ്താഹിൽ ഏതും പറയാം. ഇവിടെ സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ദുആഉൽ ഇസ്തിഫ്താഹിന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് പല രൂപങ്ങളും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട്. പല രൂപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാറുള്ള പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥനയിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അതാണ് ഇമാം അഹ്മദ് അവിടുത്തെ ജീവിതത്തിൽ മുറുകെ പിടിക്കാറുള്ളത്. കാരണം അദ്ദേഹം പറയും അതിൽ നല്ല നല്ല ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അതാണ് ചെയ്യാറുള്ളത്. നമ്മുടെ നാടുകളിൽ പൊതുവെ ആളുകൾ ചെയ്യാറുള്ളത് എന്താണ്? അല്ലാഹുമ്മ ബാഇദ് ബൈനിയാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനിയാണ്. അതിന്റെ ശരിക്കും ശ്രദ്ധിക്കുക, അതിന്റെ രൂപം എങ്ങനെയാണ് ഹദീസിൽ വന്നത്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ വബൈന ഖതായായ, എന്റെ പാപങ്ങൾ, കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ എന്ന് പറയാം, മിനൽ ഖതായ എന്ന് പറയാം. അതാണ് ബുഖാരിയിൽ. അല്ലെങ്കിൽ മിൻ ഖതായ എന്ന് പറയാം. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ എന്ന് പറയാം, അല്ലെങ്കിൽ മിൻ ഖതായായ എന്ന് പറയാം. കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്. അതിനുശേഷം അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ എന്ന് പറയാം. അതാണ് മുസ്ലിമിന്റെ റിവായത്ത്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ എന്ന് പറയാം. മിന്നില്ലാതെ അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ എന്ന് പറയാം. അത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതാണ്. ബിൽ മാഇ വസ്സൽജി വൽ ബർദ്, ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. ഇതിലേതും നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇതിലേതും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അല്ലാഹുമ്മ ബാഇദ് ബൈനി ഒന്നുകിൽ അത് പറയാം, അല്ലെങ്കിൽ ഇവിടെ ശൈഖ് ഉദ്ധരിച്ചതുപോലെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പൊതുവെ പ്രചാരണത്തിലുള്ള വജ്ജഹ്തു വജ്ഹിയ എന്ന് പറയുന്ന പ്രാർത്ഥന പറയാം. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ട് പറയണം. ചില ആളുകൾ അതിന്റെ പകുതിയെ പറയാറുണ്ട്.
ലാ ശരീക ലഹു ബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ. അതുവരെയാണ് ചില ആളുകൾ പറയാറ്. അതിനുശേഷം അതിന് പ്രാർത്ഥനയുണ്ട്, ദീർഘമായ പ്രാർത്ഥനയാണ്. അത് പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പറയുക. അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകായിൽ വഇസ്റാഫീൽ എന്ന പ്രാർത്ഥന പറയാം. അതല്ലെങ്കിൽ സഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്നത് പോലെ അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് പറയാം. കൈകെട്ടിയുടൻ ഈ പ്രാർത്ഥന പറയാം, മുസ്ലിമിലുള്ളതാണ്. അതല്ല എങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് എന്നുള്ള പ്രാർത്ഥന പറയാം. അതും സഹീഹ് മുസ്ലിമിലുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് കിതാബിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ രണ്ട് പ്രാർത്ഥനകളും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഒന്നിലധികം രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയുക എന്നുള്ളത് സമയം കുറെ ആവശ്യമാണ്. പക്ഷെ എന്ത് ചെയ്യുക, അതിൽ പ്രധാനപ്പെട്ട 2-3 എണ്ണെങ്കിലും നമ്മൾ പഠിക്കുക. അല്ലാഹുമ്മ ബഅദ് വഴി പഠിക്കുക, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ പഠിക്കുക, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക പഠിക്കുക, അല്ലാഹു അക്ബർ കബീറ പഠിക്കുക. ഈ 4 രൂപങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. എന്നിട്ട് ഏറ്റവും നല്ലത് എന്താണ്? ഏറ്റവും നല്ലത് എന്നുള്ളത് ഇത് മാറി മാറി ചെയ്യലാണ്. മാറി മാറി ഇപ്പൊ ളുഹറിന് ഒന്ന് പറഞ്ഞാൽ അസറിന് മറ്റൊന്ന് പറയുക, മഗ്രിബിന് മറ്റൊന്ന് പറയുക, ഇശാക്ക് മറ്റൊന്ന് പറയുക. ഇങ്ങനെ മാറി മാറി ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഷെയ്ഖ് അൽബാനി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് മാറി മാറി പറയണം. എന്തുകൊണ്ടാണ് മാറാൻ വേണ്ടി പറയുന്നത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ കാരണം പറയുന്നു. ഒന്നാമത്തേത്, എല്ലാ സുന്നത്തുകളും നമ്മൾ ചെയ്യാൻ, എല്ലാം പ്രവാചകനിൽ നിന്ന് വന്നതാണ്, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാരണം എന്താ? നമ്മൾ മാറി മാറി പറയുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടാകും. അതല്ല എങ്കിൽ നമ്മൾ പൊതുവെ അല്ലാഹുമ്മ ബഅദ് ബൈനി ആണെങ്കിൽ നിസ്കാരത്തിൽ കയറി അല്ലാഹുമ്മ ബഅദ് ബൈനി ബൈന ഖതായ പറയുന്ന ആക്കും ബോധം ഉണ്ടാവില്ല, ഒരു ബോധം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു സമയം അല്ലാഹുമ്മ ബഅദ് ബൈനി പറയുക, മറ്റൊരു സമയം അല്ലാഹുമ്മ ലകൽ ഹംദ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ പറയുക. ഇങ്ങനെ മാറി മാറി പറയുകയാണെങ്കിൽ നിസ്കാരത്തിലാണ് എന്നൊരു ബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? മാറി മാറി പറയുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് മാറി മാറി പറയുക എന്നുള്ളതാണ്. ഒരു ദിക്ർ തന്നെ മുറുകെ പിടിക്കാതെ ദുആഉൽ ഇസ്തിഫ്താഹ് മാറി മാറി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അവസാനം ഒരു വിഷയം കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇത് മനസ്സിലായില്ലേ? ദുആഉൽ ഇസ്തിഫ്താഹിന്റെ വിധി എന്താണ്? സുന്നത്താണ്. അവിടെ കയറിയ ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ് പറയുക. അതിനുശേഷം ഇവിടെ പറഞ്ഞു സുമ്മ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബഅദ തഅവ്വുദ്. അഊദു ഓതിയതിനു ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയതിനു ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഇവിടെ 2 സുന്നത്താണ് പറഞ്ഞത്. ഒന്നാമത്തേത് അഊദു ഓതുക. ഏത് രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് അഊദു ഓതേണ്ടത് എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകളിലൂടെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ അതിൽ സ്ഥിരപ്പെട്ടത് ആരിൽ നിന്നാണ്? ഖിറാഅത്തിന്റെ ഉലമാക്കളിലൂടെയാണ്, ഖുർആനിന്റെ ഉലമാക്കളിലൂടെയാണ്. ഖിറാഅത്തിന്റെ ഉലമാക്കൾ പൊതുവെ നമ്മൾ പറയാറുള്ള ബുഖാരി മുസ്ലിം ഒക്കെ ഹദീസിന്റെ പണ്ഡിതന്മാരാണ്. അതുപോലെ ഖിറാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്, ഇമാം ഇബ്നുൽ ജസരിയെ പോലെയുള്ളവർ. അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് അഊദുവിന്റെ രൂപങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് അഊദുവിന്റെ രൂപങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തയ്യിബത്തുൻ നശ്റിൽ അഊദു പറയേണ്ട രൂപങ്ങൾ പറയുന്നു. എങ്ങനെയാണ് അഊദു പറയേണ്ടത് എന്നതിന്റെ രൂപങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിൽ ഏറ്റവും പൂർണ്ണമായ രൂപം എന്താണ്? സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഏറ്റവും നല്ല രൂപം എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയലാണ്. ഏറ്റവും നല്ല രൂപം അതാണ്. നിസ്കാരത്തിലേക്ക് നമ്മൾ നിന്നാൽ ഏറ്റവും നല്ല രൂപം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയലാണ്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖസീദയിൽ പറഞ്ഞു, ഇദാ മാ അറദ്ത അദ്ദഹറ തഖറ ഫസ്തഇദ് ജിഹാറൻ മിനശ് ശൈത്താനി ബില്ലാഹി മുസ്ജല അലാ മാ അതാ ഫിൻ നഹ്ലി യുസ്റൻ വഇൻ തസിദ് ലിറബ്ബിക തൻസീഹൻ ഫലസ്ത മുജഹല. ഏറ്റവും നല്ലത് എന്താണ്? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. ഇനി ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഖിറാഅത്തിന്റെ ഉലമാക്കൾ ഉദ്ധരിച്ചിരിക്കുന്ന മറ്റു രൂപങ്ങൾ ഏതുപോലെ അഊദു ബില്ലാഹിൽ അളീം മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം, അല്ലെങ്കിൽ അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം എന്ന് പറയാം. അതുമല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് പറയാം. ഈ രൂപങ്ങളൊക്കെ പറയാം. പക്ഷെ ഏറ്റവും നല്ല രൂപം എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് പറയണം നമ്മൾ.
അത് പറയണം. എന്താണ് അതിന്റെ വിധി? സുന്നത്താണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു അത് സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ 4 റക്അത്ത് നിസ്കാരം അല്ലെങ്കിൽ 3 റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ എല്ലാ റക്അത്തിലും അഊദു ഓതണോ? അതല്ല ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണോ? എല്ലാ റക്അത്തിലും അഊദു ഓതണോ? അതല്ല ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണോ? ഒന്നാമത്തെ റക്അത്തിൽ അഊദു ഓതൽ മുസ്തഹബാണ് അല്ലെങ്കിൽ പുണ്യകരമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒന്നാമത്തെ റക്അത്തിൽ എന്തായാലും ഓതണമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. 2, 3 അങ്ങനെ തുടങ്ങിയുള്ള റക്അത്തുകളിൽ ഓതലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം. ഷാഫിഈ മദ്ഹബും അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അവരൊക്കെ പറയുന്നു എല്ലാ റക്അത്തിലും അഊദു ഓതണം. എല്ലാ റക്അത്തിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതണം. വേറെ ചില പണ്ഡിതന്മാർ ഹംബലി മദ്ഹബിലൊക്കെ പറയുന്നു ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണ് അഊദു ഓതേണ്ടതുള്ളൂ. ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണ് അഊദു ഓതേണ്ടതുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു മൻ ഇസ്തഅദ ഫലാ ബഅസ്. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 4 റക്അത്തിലും അഊദു പറയാം. ഇനി ഒരു വ്യക്തി വമൻ തറക ഫലാ ബഅസ്, ഒരു വ്യക്തി ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ മസലകൾ നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, അതിനുശേഷം എന്ത് പറയുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ബിസ്മിയും ഓതുന്നത് സുന്നത്താണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ബിസ്മി ഓതലും സുന്നത്താണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഷാഫിഈ മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നു ബിസ്മി ഓതൽ വാജിബാണ്. നിസ്കാരത്തിൽ ബിസ്മി ഓതൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ വാജിബാണ് എന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം. മറ്റിതര 3 മദ്ഹബുകളുടെ അഭിപ്രായം അനുസരിച്ച് ബിസ്മി ഓതൽ എന്താണ്? സുന്നത്താണ്. ബിസ്മി ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ സുന്നത്താണെന്ന് അറിഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല, മറിച്ച് സുന്നത്താണെങ്കിലും ചെയ്യാനുള്ളതാണ്. പക്ഷേ അതിലൊരു വിധി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹുക്മ പറയുന്നത്. അപ്പം ബിസ്മി ഓതുക എന്നുള്ളതും അഊദു ഓതുക എന്നുള്ളതും ചെയ്യേണ്ട കാര്യമാണ്. അത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തൊരു മസ്അല എന്നുള്ളത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുമ്പോൾ ബിസ്മി ഉറക്കെ പറയാമോ? അങ്ങനെയുള്ള വിഷയങ്ങളാണ്. നമുക്കിവിടെ സമയം അവസാനിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുക, വീട്ടിലേക്ക് പോയതിനു ശേഷം മുറാജഅ ചെയ്യുക. അതല്ലാതെ ഇവിടുന്ന് പോയി ബുക്ക് പൂട്ടി വെച്ചു അടുത്ത ദർസിന് നമുക്ക് ഈ ദർസുമായി ബന്ധമുള്ള ആളുകളായി നമ്മൾ മാറരുത്, മറിച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതിനോടൊപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫിഖ്ഹൊക്കെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവുമായിട്ട് സാമീപ്യം ഉണ്ടാവാനാണ്, റബ്ബുമായിട്ട് അടുക്കാനാണ്. അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കുക. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റമദാനിന് വേണ്ടി തയ്യാറെടുക്കുക, നല്ല ജീവിതം നയിക്കുക. ഇങ്ങനെയുള്ള നിയത്തുകൾ, മനസ്സ് നന്നാക്കാൻ, ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള നിയത്തുകളും നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എല്ലാ ദിവസവും മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അധികരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെയധികം മരണം അധികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നമ്മളും അങ്ങനെ പോകേണ്ടി വരും, അല്ലെങ്കിൽ നാളെ പോകേണ്ടി വരും. എന്തായാലും പോകണം. എപ്പോഴാണെന്ന വിഷയത്തിലെ തർക്കമുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഏത് സമയത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ് എന്നൊരു രൂപത്തിൽ നമ്മൾ ജീവിക്കുക. സ്വഫാൻ ഇബ്നു സുലൈമിന്റെ ചരിത്രത്തിലൊക്കെ വന്നതുപോലെ നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നവുമില്ല, കാരണം അവർ തയ്യാറാണ്. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ തയ്യാറായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.